ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രെഡ് പിസ്സ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പിസ്സ കഴിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പി. അതിനായിട്ട് ഞാനൊരു 9 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക, 1/2 കപ്പ് പാല്, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പിസ്സ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡോ ഒക്കെ തയ്യാറാക്കിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മടി കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ട് നമുക്കിത് നോക്കാം. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. ഇനി നമുക്കൊരു ഫ്രൈ പാനിൽ ഒന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടി നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലൊന്ന് പരത്തി കൊടുക്കുക. ഇതാണ് നമ്മൾ ഡോ. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു ഭാഗം കുക്ക് ചെയ്തതിന് ശേഷം അടുത്ത ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ ഒരു ചട്ടുകം കൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പ്ലേറ്റ് എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. പൊട്ടിപ്പോകാതെ നോക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പിസ്സ സോസ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച പിസ്സ സോസാണ്. നിങ്ങളുടെ കയ്യിൽ ഹോം മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്ത് അതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സും ഓർഗാനിക് പൗഡറൊക്കെ എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചീസ് സ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ചീസ് സ്ലൈസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ല മറ്റേ നിങ്ങളുടെ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി ചീസ് സ്ലൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വലിയ പരിപാടികളൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓർഗാനിക് പൗഡറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ബ്രെഡാണ്, പെട്ടെന്ന് ആയി കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. ദെൻ നമ്മുടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. വാവ്! അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. കാരണം നമ്മൾ ബ്രെഡാണ് ഉപയോഗിച്ചിട്ട്, നല്ല സോഫ്റ്റാണ്, കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്. മടിയന്മാരായാലും മടിയത്തികളായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഭയങ്കര ടേസ്റ്റിയാണ്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.